ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി കറിയാണ്, പനീർ വിന്താലു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കണം. ഇത് ഒരു 6 പിരിയൽ മുളക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. നമുക്ക് അധികം സ്പൈസി വേണ്ടാത്തതുകൊണ്ട് ഇതിന്റെ കുരുവൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഇതിലെ മുളക് മാത്രം അടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർക്കാം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം, ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1/4 ടീസ്പൂൺ കടുക്, ഒരു 2 നുള്ള് ഉലുവപ്പൊടിയാണ്. പൊടിയില്ലെങ്കിൽ മുഴുവൻ ഉലുവ ചേർത്താലും മതി, വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. ഈ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം എളുപ്പത്തിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടി ചതച്ച് ചേർക്കുന്നത്. ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ നന്നായി അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കുറച്ച് സെക്കൻഡ്സ് അടിച്ചെടുക്കാം. ഇപ്പോ വിനാഗിരി ചേർത്ത് കുറച്ച് സെക്കൻഡ്സ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു കടായി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. കടായി ചൂടാവുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് കുറച്ച് വലിയൊരു സവാള വളരെ ചെറുതായി മുറിച്ച് ചേർക്കാം. ഇതിനി കുറച്ച് സമയം ഇളക്കി വഴറ്റാം. സവാള വാടി തുടങ്ങുമ്പം ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത മസാല ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് ഇളക്കി വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയിൽ അരച്ച് ചേർക്കാം. ഇത് നേരത്തെ മസാല അരച്ച് അതേ ജാറിൽ അരച്ചത്, അതുകൊണ്ടാണ് കുറച്ചധികം കളറ്. കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർക്കാം. ഇതിന് 1 മിനിറ്റ് ഇളക്കി വഴറ്റാം. ഇത് കുറച്ച് തിക്ക് ഗ്രേവിയാ വേണ്ടത്. നിങ്ങൾക്ക് അധികം ചാറ് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് പനീർ ചേർക്കണം. ഇത് കുറച്ച് ഫ്രോസൺ പനീർ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് വെച്ചതിന് ശേഷം വെള്ളം പിഴിഞ്ഞെടുത്താണ്. ഫ്രഷ് പനീറാണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. ഇതിലേക്ക് ചേർക്കാം. ഇത് മെല്ലെ ഇളക്കി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ പഞ്ചസാരയോ കുറച്ച് ശർക്കരയോ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാൻ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇതിന് അടച്ചു വെച്ച് തീ കുറച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോ അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ പനീർ വിന്താലു റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. കാണുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നില്ലേ? കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും റൊട്ടീൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസോ വൈറ്റ് റൈസിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ്. കുറച്ച് മല്ലിയിലിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് പനീർ ചേർത്ത് ഉണ്ടാക്കിയതിന് പകരം ഇതേ മസാലയിൽ പൊട്ടറ്റോയോ മഷ്റൂമോ അല്ലെങ്കിൽ ചിക്കനോ ഫിഷോ ഒക്കെ വെച്ച് ഉണ്ടാക്കാം. എല്ലാരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.